കൊലക്കേസിൽ പ്രതി സജി പിടിയിൽ. തെറ്റ് പറ്റിപ്പോയെന്ന് പറഞ്ഞ് സമീപത്തെ കടയിലെത്തിയ സജിയെ നാട്ടുകാരാണ് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. സഹോദരൻ പരിഹസിച്ചിരുന്നതും വിവാഹം കഴിക്കാൻ അനുവദിക്കാഞ്ഞതുമാണ് കൊലയ്ക്ക് കാരണമെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. വൃദ്ധമാതാവിനെയും സഹോദരനെയും ഒറ്റയ്ക്കാണ് വകവരുത്തിയതെന്നാണ് പ്രതിയുടെ മൊഴി. മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും സജിയെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മൃതദേഹങ്ങളുടെ സാമ്പിൾ DNA പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. സജിയുടെ പിതാവ് മാത്യുവിന്റെ തിരോധാനത്തിലും പുനരന്വേഷണം നടത്തുമെന്ന് ഇടുക്കി SP വ്യക്തമാക്കി. അമ്മയെയും സഹോദരനെയും കൊന്ന ശേഷം ഒരു കുറ്റബോധവുമില്ലാതെ വീട്ടിൽ തങ്ങിയിരുന്ന സജി ഇറച്ചി വാങ്ങി പാകം ചെയ്ത് കഴിച്ചതായും നാട്ടുകാർ പറയുന്നു. നെടുങ്കണ്ടം പച്ചടിയിൽ ഇരട്ടക്കൊലപാതകം നടന്ന വീടിന് സമീപത്തുള്ള ജംഗ്ഷനിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. സമീപത്തെ കൃഷിയിടങ്ങളും പുൽമേടുകളും കേന്ദ്രീകരിച്ച രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചും ഡോഗ് സ്ക്വാഡും തെരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെ സമീപത്തെ കടയിലേക്ക് വന്ന സജിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. തെറ്റ് പറ്റിപ്പോയെന്നും കീഴടങ്ങുകയാണെന്നും സജി പറഞ്ഞതായി നാട്ടുകാർ വ്യക്തമാക്കി. രാവിലെ മുതൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകൾ ആ മലമ്പെട്ട് പാറക്കെട്ട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന നടക്കുകയായിരുന്നു. നാട്ടുകാരും വൻ പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് പ്രതി തന്നെ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു കടയിൽ വന്നിരുന്ന് എനിക്ക് തെറ്റിപ്പറ്റിപ്പോയി, ഞാൻ പോലീസിന് കീഴടങ്ങുകയാണെന്ന് പറയുകയും അവിടെ നിലത്തിരിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ പോലീസ് നാട്ടുകാരുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ. പോലീസ് അന്നേരം തന്നെ പുള്ളിയെ കൈ പിടിച്ച് വണ്ടിയെ കയറ്റി നെടുങ്കണ്ടം സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. സ്റ്റേഷനിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ട് വൈദ്യുതി ശേഷം വീണ്ടും സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ തെരച്ചിലിൽ സജിയുടെ ബാഗ് സമീപ പ്രദേശത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇയാൾ അധിക ദൂരം പോകാൻ ഇടയില്ലെന്ന് മനസ്സിലാക്കിയാണ് പോലീസ് വ്യാപക തെരച്ചിൽ നടത്തിയത്. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി കീഴടങ്ങിയതെന്നാണ് സൂചന. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ വൈദ്യപരിശോധന നടത്തിയ ശേഷം പ്രതിയെ നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിലെത്തിച്ച വിശദമായി ചോദ്യം ചെയ്തു. തുടർന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കൊലയ്ക്ക് കാരണം വസ്തുതർക്കവും സഹോദരന്റെ മാനസിക പീഡനവുമാണെന്നാണ് സജിയുടെ മൊഴി. മാത്യുവിന്റെ മകനല്ല സജി എന്ന് പറഞ്ഞ മൂത്ത സഹോദരൻ റജി നിരന്തരം ആക്ഷേപിച്ചിരുന്നു. വിവാഹം കഴിക്കാൻ അനുവദിക്കാതിരുന്നതും പകയ്ക്ക് കാരണമായി. ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു. വിശദമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരുമെന്ന് ഇടുക്കി SP സാബു മാത്യു. ഈ പ്രതി 2 പേരെ കൊന്നതായിട്ട് സമ്മതിച്ചിട്ടുണ്ട്. ബാക്കി തെളിവെടുപ്പുണ്ട്. എനിക്കിപ്പം തൽക്കാലം അത്രേ പറയാൻ പറ്റുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേസിലേക്ക് ട്രയൽ വരാനുള്ളതാണ്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഇത് ഒരു ഐ വിറ്റ്നസ് ഇല്ല, ഇതിനെ സംബന്ധിച്ചൊരു ഐ വിറ്റ്നസ് ഇല്ല. നിലവിലുള്ള മോട്ടീവ് വെച്ചിട്ട് വസ്തുവിനെ സംബന്ധിച്ചൊരു വിഷയമുണ്ട്. പിന്നെ ഇയാളുടെ ബ്രദർ എപ്പോഴും ഇയാൾ ഹരാസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ അമ്മയുടെ മകനല്ല, ഈ അപ്പൻ്റെ മകനല്ല, വേറെ ഏതോ അപ്പൻ്റെ മകനാണെന്ന ലെവലിൽ ഹരാസ് ചെയ്യാറുണ്ട്. വസ്തുവിനെ സംബന്ധിച്ച് പ്രോബ്ലങ്ങളുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ, പിന്നെ കല്യാണം കഴിക്കാൻ അവർ സമ്മതിക്കത്തില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അതിൻ്റെ എല്ലാവരും കൾമിനേഷനാണ് ഇതെന്നാണ് അവൻ നിലവിൽ പറഞ്ഞേക്കുന്നത്. മോട്ടീവിനെ സംബന്ധിച്ച് വിശദമായിട്ട് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇവരുടെ പിതാവ് മാത്യുവിനെ 2018 കാണാതായിരുന്നു. സുവിശേഷ പ്രസംഗകനായിരുന്ന മാത്യുവിന്റെ തിരോധാനത്തിലും പുനരന്വേഷണം നടത്തുമെന്ന് SP. അച്ഛൻ്റെ കേസ് വേണ്ടിയൊന്ന് അന്വേഷിക്കും, എവിഡൻസ് കിട്ടുകയാണോ അന്വേഷിക്കും. സജി ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്? നിലവിലുള്ള അന്വേഷണം വെച്ച് സജി ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്തത്. പച്ചടി പൊന്നൂട്ടിയിൽ മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാനില്ലെന്ന പരാതിയെ തുടർന്ന് പോലീസ് നടത്തിയ തെരച്ചിലിൽ തിങ്കളാഴ്ച വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. വേഗത്തിൽ അഴുകുന്നതിനും ദുർഗന്ധം വരാതിരിക്കുന്നതിനുമായി കുഴിയിൽ കുമ്മായം വിതറിയിരുന്നു. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെടുങ്കണ്ടത്തെ പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു. മേരിക്കുട്ടിയും 2 ആൺമക്കളും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത്. മൈക്ക് ഓപ്പറേറ്ററായിരുന്ന റജിയും മേസ്തിരിപ്പണിക്ക് പോയിരുന്ന സജിയും മദ്യപിച്ച് വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവായിരുന്നു. സഹോദരിയും മറ്റു ബന്ധുക്കളും വീട്ടിലേക്കെത്തുന്നത് ഇവർ തടഞ്ഞിരുന്നു. മേരിക്കുട്ടിയെയും റജിയെയും കാണാതായത് സംബന്ധിച്ച് അന്വേഷിച്ചവരോട് അമ്മയെ തേനിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയതെന്നാണ് സജി പറഞ്ഞിരുന്നത്. അടുത്തിടെ തന്റെ വിവാഹത്തിന് നാട്ടുകാരെ സജി ക്ഷണിച്ചിരുന്നു. എന്നാൽ ഇങ്ങനെയൊരു വിവാഹം നടന്നിരുന്നില്ല.
വീടും സ്ഥലവും പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതടക്കം ഇയാളുടെ സംസ്ഥാനത്തിൽ നാട്ടുകാർക്ക് സംശയം തോന്നിയതാണ് സഹോദരി പരാതി നൽകാൻ കാരണമായത്. സജീവയുടെ ഇളയ സഹോദരി ഭിന്നശേഷിക്കാരിയായതിനാൽ ജില്ലയിലെ ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് കഴിയുന്നത്. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നതിനടക്കം ആരുടെയെങ്കിലും സഹായം പ്രതിക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.